An ATM is provided specially for agricultural transactions. Options: A. Yellow label, B. Green label, C. Pink label, D. Brown label. ക്വസ്റ്റ്യൻ എന്താണ്? അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ATM കാർഡ് ഏതാണ്? ഏത് ലേബലിലുള്ള കാർഡാണ് നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കാർഡാണ്? നമുക്കറിയാം, കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പച്ചപ്പാണ് അല്ലേ? അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാം. ഒരു പച്ചപ്പാണ്, അതുകൊണ്ട് തന്നെ ഗ്രീൻ ലേബൽ കാർഡുകളാണ്, ഗ്രീൻ ലേബൽ ATM കാർഡുകളാണ് നമ്മൾ അഗ്രികൾച്ചർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഗ്രീൻ ലേബൽ. ഇനി യെല്ലോ ലേബൽ, ഇവിടെ ഓപ്ഷൻസിലുള്ളത് എന്താണ്? യെല്ലോ ലേബൽ എന്ന് പറയുമ്പോൾ ഇ-കൊമേഴ്സ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ATM ആണ് എന്ത്? യെല്ലോ ലേബൽ ATM. പിന്നീട് പിങ്ക് ലേബൽ എന്ന് പറഞ്ഞാൽ, പിങ്ക് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരും എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? വുമൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ATM കാർഡാണെന്ത്? പിങ്ക് ലേബൽ ATM. പിന്നീടുണ്ട് ബ്രൗൺ ലേബൽ. ഇതാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അല്ലേ? ബ്രൗൺ ലേബൽ ATM എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്താണ്? ബാങ്കിനല്ല. ATM ആർ നോട്ട് ഓൺഡ് ബൈ ദ ബാങ്ക്. പിന്നീട് എന്താണ്? ലീസിന്, മറ്റുള്ള പാർട്ടീസിന് ലീസിന് കൊടുക്കും. അവരാണ് ആ സർവീസ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അതായത് ഇതിന് ആരുടെ ഇൻവോൾവ്മെന്റ് ഇല്ല? ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇൻവോൾവ്മെന്റ് ഓഫ് RBIയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതാണ് എന്ത്? ബ്രൗൺ ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ ലീസിനാണ്, മറ്റുള്ള പാർട്ടീസിന് ലീസിന് കൊടുക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്? കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ATM കാർഡുകളാണ് എന്ത്? ബ്രൗൺ ലേബൽ കാർഡുകൾ. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചറൽ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഗ്രീൻ ലേബൽ.